അമ്മ സംഘടനയിലെ അംഗങ്ങൾക്ക് വീണ്ടും ശ്വേത മേനോൻ കത്തയച്ചിട്ടുണ്ട്. അനുഭവക്കുറവ് മൂലമുണ്ടായ പിഴവുകൾ തിരുത്താൻ നടപടികൾ ആരംഭിച്ചു. കൂടുതൽ പക്വതയോടെയും ഉത്തരവാദിത്തത്തോടെയും മുന്നോട്ടു പോകും. ജനറൽ ബോഡിയിൽ ഉണ്ടായ സംഭവങ്ങൾ അംഗങ്ങളെ വേദനിപ്പിച്ചതായി മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ശ്വേത മേനോൻ കത്തിൽ പറയുന്നുണ്ട്. സഹിൻ ആന്റണി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സഹിൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ഒടുവിൽ ശ്വേത മേനോൻ ഒരു അനുനയത്തിന്റെ പാതയിലാണോ? ഗുഡ് മോർണിംഗ് സേതു. അതായത് ശ്വേത മേനോൻ പിന്നോട്ട് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ശ്വേത മേനോൻ നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം ഇറങ്ങി വന്ന താൻ അമ്മ സംഘടനയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. പിന്നീട് ഒരു ആഴ്ചയോളം മിണ്ടാതിരുന്നു. എന്നാൽ ആരും തന്നെ തിരിച്ചു വിളിക്കുന്നില്ല എന്നറിഞ്ഞതോടുകൂടി ശ്വേത മേനോൻ തൻ്റെ അടവ് മാറ്റുകയാണ് ചെയ്തത്. തിരികെ അമ്മ സംഘടനയിലേക്ക് എത്താനുള്ള ഒരു നീക്കം ആരംഭിച്ചു. താനാണ് അമ്മയുടെ പ്രസിഡന്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ശ്വേത മേനോൻ വീണ്ടും കളത്തിൽ വന്നു. മാത്രമല്ല, ഈ ഒരു അഡോ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിരുന്നു. ആ അഡോ കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഒടുവിൽ അമ്മയിലെ അംഗങ്ങൾക്ക് ശ്വേത മേനോൻ ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. എല്ലാവരോടും മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത്. അനുഭവക്കുറവ് മൂലമുണ്ടായ പ്രശ്നങ്ങളിൽ തങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതാണ് ശ്വേത മേനോൻ പറയുന്നത്. ഇനിയും അമ്മ താരസംഘടനയെ മുന്നോട്ട് നയിക്കാൻ താനുണ്ടാകും. അതിനുവേണ്ടിയുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എല്ലാവരും ഇത്രയും നാളും തന്നോട് സഹകരിച്ചതിന് നന്ദിയും ശ്വേത മേനോൻ പറയുന്നുണ്ട്. മാത്രമല്ല, താൻ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാനുള്ളൊരു നീക്കമാണ് ശ്വേത മേനോൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും താരസംഘടനയിലെ തർക്കം എങ്ങും അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സേതു. ഓക്കെ, ശരി സഹിൻ, ശരി. തർക്കങ്ങൾ അവസാനിക്കില്ല, തർക്കങ്ങൾ തുടരുന്നു. അങ്ങനെ ശ്വേത മേനോൻ താരങ്ങൾക്കൊക്കെ കത്തയച്ചിരിക്കുന്നു.